$2.5 ലക്ഷം സാർ നമ്മുടെ പ്രോഫിറ്റ്. ഇതിൽ ഞാൻ വാങ്ങിയ 2 ലക്ഷവും നിങ്ങളുടെ ഷെയർ 50,000 രൂപയും. താങ്ക് യു സാർ, വിശ്വസിച്ചതിന്. താങ്ക് യു സാർ. കുറച്ചു നേരം ഞാനൊന്ന് പേടിച്ചു. താങ്ക് യു. കറക്റ്റ് ടൈമിൽ ആനന്ദ ചേട്ടൻ വന്നോണ്ട് നമുക്കും ഗുണമുണ്ടായി. കൃത്യം 2 ലക്ഷം രൂപയും കിട്ടി. ഞാനല്ല സമയത്തിന് വന്നത്, കറക്റ്റ് ടൈമിന് വിളിച്ചത് സാറാണ്. ആന്റണി സർ. പറയൂ സർ. ഞാൻ ഭാസ്കർ ആ ഫ്രം മഗധ ബാങ്ക്. 4:30 രാജധാനി കഫേ കാണും. തന്റെ പലിശ മുതലും കീ ഇതാണ്. എടുത്തിട്ടുണ്ട്. ഈ കണ്ട ഭാഗങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈയിടെയായിട്ട് നിങ്ങളുടെ സ്വഭാവത്തിന് എന്താ ഇത്ര മാറ്റം? ആ മാനേജർ പോസ്റ്റ് പോയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ഡിപ്രഷനിലേക്ക് പോകുന്ന ഞാൻ വിചാരിച്ചേ. പക്ഷേ വളരെ സന്തോഷമായി പാട്ടും പാടി നടക്കുന്നു, മൂക്കുമുട്ട കുടിക്കുന്നു, തോന്നിയ പോലെ കാശ് ചെലവാക്കി കളിക്കുന്നു. ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? ഇനി എവിടെയെങ്കിലും കൂടെ കറങ്ങാൻ പോയോ? അച്ഛൻ കേൾക്കും. നിനക്കത് ഭ്രാന്താണ്. ഈ വീടും കുടുംബവും കഴിഞ്ഞുള്ളൂ എനിക്കല്ല. നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. നിങ്ങൾ എന്തെങ്കിലും മറക്കുന്നുണ്ടോ? ഞാൻ ഈ സമ്പാദിക്കുന്നതെല്ലാം ആർക്കു വേണ്ടിയാ? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ? എവിടുന്നാ ഇത്രയും കാശ്? നീ ആരോടും പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. പ്രോമിസ്, പറയില്ല. എൻ്റെ ഫ്രണ്ട് ആന്റണിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? പുള്ളിക്കാരൻ ഞാനും കൂടി ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു ബാങ്ക് എംപ്ലോയി ആയതുകൊണ്ട് സംഭവം സീക്രട്ടാക്കി വെച്ചതാ. അതിന് കാശ് കുറച്ച് ബാങ്കിൽ നിർത്തും. പിന്നെ നിങ്ങൾ ബാങ്ക് ലോൺ എടുത്തോ? ലാഭം നന്നായി കിട്ടുന്നുണ്ട്. ആ കാശ് കൊണ്ട് ഇതെല്ലാം. അപ്പോൾ പഴയ ലോണോ? തിരിച്ചടച്ചു. ശ്രദ്ധിച്ച് കേട്ടാ ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. സത്യം നല്ല വൃത്തിക്കാ പറഞ്ഞത്. ഇനി നമുക്ക് ആ നെക്ലസ് വാങ്ങിയാലോ? ഒരു നെക്സ്റ്റ് വീക്ക് അവൻ്റെ ബർത്ത്ഡേ വരുമല്ലേ? ഈ പ്രാവശ്യമെങ്കിലും എല്ലാവരും വിളിച്ച് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി നടത്തിക്കൂടെ? നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ശരി, നിന്റെ ഇഷ്ടം. വെൽക്കം വെൽക്കം. താങ്ക് യു. നീ ആന്റണി സാറിനെ കണ്ടിട്ടില്ലല്ലോ? പറഞ്ഞിട്ടുണ്ട്. ബർത്ത്ഡേ പാർട്ടി കോളനിയിൽ എല്ലാവരും ഇടയിൽ ചർച്ചയായി. കൂടെ ജോലി ചെയ്യുന്നവരും ആകെ കൺഫ്യൂസ്ഡ് ആയി. എന്തിന്? കേക്കിന്റെ വലിപ്പം കണ്ടു കൊച്ചു കുട്ടികളുടെ വരെ കണ്ണു തട്ടി. എത്ര ചെലവായി? ബാങ്കിൽ നിന്ന് എനിക്ക് ബോണസ് കിട്ടുമോ? പാർട്ടിന്റെ അളിയന്റെ വകെ സാർ. Cheers. എൻ്റെ മോന് അമേരിക്കയിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലണോ അത്രേ. സാറപ്പോ പോകുന്നുണ്ടോ? അതൊന്നും നടക്കില്ല. എനിക്ക് അവൻ്റെ ചെലവിൽ ജീവിക്കണ്ട. അതൊന്നും എനിക്കിഷ്ടമല്ല. അതെന്താ സാർ? ഞാൻ സമ്പാദിച്ചതെല്ലാം അവന് വേണ്ടി ചെലവാക്കി. അവിടെ ജീവിക്കണമെങ്കിൽ പൈസ വേണ്ടേ? എൻ്റെ കേസ് അതൊക്കെ തന്നെ സാർ. എനിക്ക് വേണ്ടി എനിക്കൊന്നും മാറ്റിവെക്കാൻ പറ്റിയിട്ടില്ല. അമേരിക്കയിൽ എന്തായാലും ഞാൻ വെറും കൈയോടെ പോവില്ല. ഒരു വലിയ ഡീലുണ്ട്. ഈ ശനിയാഴ്ച ദുബായ് വഴി ഒരു ഷിപ്പ് വരുന്നുണ്ട്. 3 ഫോറിൻ കാറുകളാണ് അതിൽ വരുന്നത്. കയ്യിൽ 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ രൂപയ്ക്ക് രൂപയല്ല 2 ഇരട്ടിയാണ് എൻ്റെ പ്രോഫിറ്റ്. ജാക്ക് പോട്ട്. ഈ പ്രാവശ്യം എല്ലാവർക്കും ഈക്വൽ ഷെയർ. പിടിച്ചാലോ? സംഭവം ഒന്ന് മിണ്ടായിരിക്കണം. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ചില്ലറ തുകയൊന്നുമല്ല. അത്ര ഒപ്പിക്കുന്നത് പോസിബിൾ അല്ല സാർ. ഒന്ന് ആലോചിച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ പറഞ്ഞാൽ മതി. ഇതെന്റെ അവസാനത്തെ ഡീലായിരിക്കും. ഗുഡ് നൈറ്റ് സാർ. ശരി ശരി ഏട്ടാ. എടാ എന്താടാ? ഒന്ന് ആലോചിച്ച് നോക്കടാ. എന്റെ വായിൽ നിന്ന് കേൾക്കാതെ ഒന്ന് പോയേ. പറയാനുള്ള ഗുഡ് നൈറ്റ് ഏട്ടാ. ഗുഡ് നൈറ്റ് മോളെ.
ആ എന്താ ഇത്? നിങ്ങളുടെ ഫ്രണ്ട് ആന്റണി സാർ കൊടുത്തതാ. പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോയി. ആള് ഹാപ്പിയാണോ? അവനോട് തന്നെ ചോദിക്കും. എന്താടാ ഹാപ്പി അല്ലേ? എൻജോയ് ചെയ്തോ? അപ്പോൾ നിന്റെ ഫ്രണ്ട്സോ? നീ കുറച്ച് നേരത്തേക്ക് ഗെയിം ഒന്ന് മാറ്റി വെച്ച്. കാർത്തിക് എന്താടാ എന്ത് പറ്റി? മോനെ മോൻ ആരെങ്കിലും മോൻ എന്തു പറ്റി? താങ്ക്സ് അലോട്ട് അച്ഛാ, താങ്ക്സ് അലോട്ട് അമ്മ. എന്തിനാ താങ്ക്സ് പറഞ്ഞേ? എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നെ കളിയാക്കും അച്ഛാ. കാർത്തിക് എപ്പോഴും നമ്മുടെ ബർത്ത്ഡേക്ക് വന്നിട്ട് ഫ്രീക്ക് കേക്ക് തിന്നിട്ട് പോകും. പക്ഷേ അവനൊരിക്കലും പാർട്ടി തരില്ല എന്ന്. ഇനി മുതലേ എന്നെ ആരും കളിയാക്കില്ലല്ലോ. ആ അരുൺ ചേട്ടൻ എന്നോട് ചോദിക്കുക, നീ എന്താ എപ്പം നോക്കിയാലും സെയിം ടീഷർട്ട് ഇടുന്നേന്ന്, നിനക്ക് വേറെ ടീഷർട്ട് ഒന്നും ഇല്ലേന്ന്. ഇന്ന് എന്നെ ഈ സൂട്ടിൽ കണ്ടപ്പോ ഷോക്കായി പോയി അമ്മ. ഇനി മുതൽ ഞാൻ അമ്മ പറയുന്നത് എല്ലാം കേൾക്കും, നന്നായി പഠിക്കും. ഇനി ഹീമാൻ ടോയ് ചോദിച്ച് ഒരിക്കലും കരയില്ല അമ്മ. ഐ എം സോറി അമ്മ. അന്ന് ഞാൻ തീരുമാനിച്ചു ഫാമിലിക്ക് വേണ്ടി എത്ര റിസ്ക് എടുത്താലും അതിൽ തെറ്റില്ലെന്ന്. ആന്റണി സർ, ഐ മീൻ ശനിയാഴ്ച വൈകിട്ട് ഞാൻ ക്യാഷ് അറേഞ്ച് ചെയ്യും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ ഭാസ്കർ സൂട്ട് കേസൊക്കെ ആയിട്ട്? വൈകിട്ട് പൂനെ വരെ ഒന്ന് പോകണം സാർ. വീട്ടിൽ കയറാൻ സമയം കിട്ടിയില്ല, അതാ ഞാൻ. ഗുഡ്, ഹാർഡ് വർക്ക് വിൽ പേ. എന്താ സാർ പതിവില്ലാതെ ഇന്ന് ഓൺ ടൈം ആണല്ലോ? അത് പിന്നെ ഹാഫ് ഡേ ആയിട്ട് നേരത്തെ വന്നില്ലെങ്കിൽ മോശമല്ലേ ഭാസ്കർ? ഇവിടെ അതായത് വർത്താനം കുറച്ച് കൂടുന്നുണ്ട്. നീ ഈ പെട്ടിയൊക്കെ മാറ്റി വെച്ചാൽ വോൾട്ടിന്റെ കാര്യം നോക്കാം, ഞാൻ സൈൻ ചെയ്തു വരാം. ആവശ്യത്തിനായില്ലേ? ഇനി വേണോ? കുഴപ്പമില്ല സാർ, ബാക്കി വന്നാൽ തിരിച്ചു വയ്ക്കാമല്ലോ. ആ ശരി, എന്തായാലും നീയല്ലേ ഡീൽ ചെയ്യുന്നത്. ഓക്കെ ഭാസ്കർ, ഞാൻ ചെല്ലട്ടെ. ഓക്കെ സാർ. താങ്ക് യു. അപ്പോൾ ഞാൻ കയറുന്നു. അതെ വരുന്നു. ഇറങ്ങുന്നില്ലല്ലോ. സമയം ഇത് ഇന്നത്തെ ഡെപ്പോസിറ്റ് 9,15,250. ഞാൻ ലെഡ്ജറിലും എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ആലോചന ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലേ? ആണോ? ആ, നല്ലൊരു ജോത്സ്യനെ കണ്ട് ജാതകം ഒന്ന് നോക്കി ചൂടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ആ, ഒരാളുണ്ട്, ഞാൻ പറയാം. ആ നാരായണൻ സാർ, ആ ഭാസ്കർ സാറോട് ഉണ്ടാവോ അതോ ഞാൻ ചെയ്യണം? ഉണ്ടാവും. ഏതായാലും ഹാഫ് ഡേ അല്ലേ? ഏണി വെച്ച് തോട്ടിട്ട് മേടിച്ചു വെക്കാവൻ. നീ എന്ത് പണിയാ കാണിച്ചേ? അയാളെ കളിയാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാൻ എന്ത് ചെയ്തിട്ടാ? അറിയില്ലല്ലേ? നീ എന്തിനാ അയാളെ ചൊറിയാൻ പോയത്? അയാൾ സ്വസ്ഥമായിട്ട് പുഷ്പിച്ചോണ്ടിരിക്കുന്നു.
ഭാസ്കർ ആ സാർ ടൈമായി നമുക്ക് തുടങ്ങാം. ഇപ്പോൾ വരാം സാർ. ആ ഓ ഈ കളവനെ ഞാനിന്ന് പൊട്ടിക്ക് പിന്ത് ചെയ്യും. ഭാസ്കർ, ആ സാർ. ദാ എന്റെ പരിപാടി കഴിഞ്ഞു. എടുത്തു വെച്ചിട്ട് വേഗം വാ. ആ ഹലോ ആ ഉണ്ടല്ലോ സർ. നാരായണൻ സർ, സാറിനൊരു കോൾ സാർ. ഞാൻ ഇറങ്ങട്ടെ. ഹലോ, ആ ആരാ? ഒരു കാര്യം ചെയ്യ്, നീ എവിടെയെങ്കിലും മാറി നിന്ന് നാരായൺ സാർ അന്വേഷിച്ച് റിസപ്ഷനിലേക്ക് ഒരു കോൾ ചെയ്യും. ഒരു 10 മിനിറ്റ് എൻഗേജ് ചെയ്യും. ബാക്കി ഞാൻ എങ്ങനെയും മാനേജ് ചെയ്യും. ആ അതെ. 15 മിനിറ്റ് അയാളോട് ഞാൻ എന്ത് സംസാരിക്കാനാണ്? എന്തെങ്കിലും പറടാ. ആ മോളുടെ കല്യാണക്കാര്യത്തിനെ പറ്റി വല്ലതും പറ. ഞാൻ ചെറുക്കൻ്റെ ഒരേ ഒരു മാമനാ. ആ മാമ പറ. എന്താടാ? സൂപ്പർ ഐഡിയ. ആ